ഇന്നത്തെ തിയറി ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് വാഹനങ്ങളുടെ ഫുഡ് കൺട്രോളുകളെ പറ്റിയാണ്. 3 ഫുഡ് കൺട്രോളുകളാണ് വാഹനങ്ങൾക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ആക്സിലേറ്റർ, രണ്ടാമത് വരുന്നത് ബ്രേക്ക്, മൂന്നാമത് വരുന്നത് ക്ലച്ച്. നമ്മൾ സ്റ്റുഡൻസിന്റെ സൗകര്യത്തിനും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ABC: ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഇത് ഉപയോഗിക്കുന്ന രീതി, അതുപോലെ തന്നെ ഏത് സമയങ്ങളിൽ ഉപയോഗിക്കണം, ഇത് കറക്റ്റും വ്യക്തമായും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു വാഹനം ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ ഈ 3 പെഡലുകളിൽ നമുക്ക് മുഴുവനായിട്ട് ചവിട്ടുന്ന ഒരു പെഡൽ എന്ന് പറഞ്ഞാൽ ആകെ ക്ലച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി ആക്സിലേറ്റർ ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓവറായിട്ട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ക്ലച്ച് അങ്ങനെയല്ല. ആ 3 പെഡലുകളിൽ, അതായത് നമുക്ക് ഫുള്ളായിട്ട് ചവിട്ടി നിലത്ത് മുട്ടിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലച്ച് മാത്രമാണ്. ബാക്കി ആക്സിലേറ്റർ നമുക്ക് ആവശ്യത്തിന് സ്പീഡ് കൂടുന്നതനുസരിച്ച് റിലീസ് ചെയ്യാം. ബ്രേക്കിംഗ് ആണെങ്കിലും ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും വണ്ടി സ്ലോ ആയി അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലച്ച് അങ്ങനെയല്ല, മുഴുവനായിട്ട് തന്നെ നമുക്ക് ചവിട്ടേണ്ടി വരും ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. എന്നാൽ മാത്രം ഗിയർ ചേഞ്ചിങ് ക്ലിയർ ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പം ഈ 3 കൺട്രോളുകൾ, ഒന്ന് ആദ്യം പറഞ്ഞത് നമ്മൾ ആക്സിലേറ്റർ പറഞ്ഞത്. ആക്സിലേറ്ററിന്റെ ഉപയോഗം എന്താണ്? പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ശരിക്ക് ആക്സിലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആക്സിലേഷൻ നമുക്ക് കൊടുക്കുന്ന വണ്ടിയുടെ എഞ്ചിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാം. പക്ഷെ ആ എഞ്ചിന്റെ സ്പീഡ് നമ്മുടെ വീലുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പവർ വീലുകളിലേക്ക് കിട്ടുന്നത്. എഞ്ചിന്റെ RPM നമുക്ക് കൂട്ടാനായിട്ട് ആക്സിലേറ്റർ ഉപയോഗിക്കാം. ആക്സിലേറ്റർ കൂടുന്നതനുസരിച്ച് വണ്ടിക്ക് സൗണ്ട് വരും, എഞ്ചിന്റെ സ്പീഡ് കൂടും, RPM കൂടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചിന്റെ ഉപയോഗം, ക്ലച്ച് ശരിക്കും ഒരു സ്വിച്ച് പോലെയാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിന്റെയും ഗിയർ ബോക്സിനെയും ഇടയ്ക്ക്. നോർമലി നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എഞ്ചിനിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ടുപോകണേണ് ഗിയർ ബോക്സിന്റെ കോണ്ടാക്ട്. അതുപോലെ തന്നെ നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് തുടങ്ങുമ്പോൾ, പതുക്കെ റിലീസ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ വണ്ടി കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് വണ്ടിയുടെ കറക്റ്റ് ബൈറ്റിംഗ് പോയിന്റ്. പല വണ്ടികളുടെയും പല ലെവലാണ്. ചില വണ്ടിയുടെ ഒന്ന് അനങ്ങുമ്പോൾ തന്നെ വണ്ടി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ചിലതൊരു ഹാഫ് പോർഷനിൽ വരുമ്പോഴാണ് വൈബ്രേഷൻ വരുന്നത്. അപ്പൊ നിങ്ങളൊരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു 1/3 അങ്ങനെ ഒരു അളവ് വെക്കണ്ട. ഏത് പോയിന്റ്, പല വണ്ടികളുടെയും പല അളവിലായിരിക്കും. അപ്പൊ ഏത് ലെവലിൽ വണ്ടി വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നു ക്ലച്ച് റിലീസ് ചെയ്ത്, അതാണ് വണ്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റ്. അത് നിങ്ങൾക്ക് ക്ലച്ചിൽ കറക്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബൈറ്റിംഗ് പോയിന്റ് എന്നുള്ള സംഭവം. അപ്പൊ ക്ലച്ചിന്റെ ഉപയോഗം അതാണ്. അതായത് നോർമലി ഒരു സ്വിച്ച് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നോർമലി നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴാണ് എഞ്ചിന്റെ പവർ നമുക്ക് നേരെ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആക്സിലേറ്റർ നമുക്ക് എഞ്ചിന്റെ സ്പീഡ് കൂട്ടാം. ഇതുപോലെ തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പവർ വീലുകളിലേക്ക് എത്തുന്നത്. വണ്ടി നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണം, നമുക്ക് ആക്സിലേറ്ററുടെ കാലെടുത്ത് വേണം ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇതിന് 3നും നമുക്ക് 3 ഫുഡ് കൺട്രോളുകൾ ഉണ്ടെങ്കിലും നമുക്കാകെ 2 കാലുകളേ ഉള്ളത് 3 കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ അലൈൻമെന്റ് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് കാല് നിങ്ങൾ ക്ലച്ചിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ലെഫ്റ്റ് കാലുകൊണ്ട് ക്ലച്ച് ചവിട്ടി പിടിച്ച് ഓടിക്കാനല്ല പറയുന്നത്. ആ കാലുകൊണ്ട് ക്ലച്ച് മാത്രം ഉപയോഗിക്കുക. റൈറ്റ് കാല് കൊണ്ട് വേണം നിങ്ങൾ ആക്സിലേറ്റർ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ബ്രേക്ക് ഉപയോഗിക്കണം. അതിന് ശരിക്കും പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിവട്ട് മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് കാലിന്റെ ബാക്ക് പോർഷൻ കുത്തി വെച്ചുകൊണ്ട് 2 സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്കിന് പാരലായിട്ട് തന്നെ വെക്കാൻ വേണം. ബ്രേക്കിന്റെ മേളിൽ കറക്റ്റ് പാരലായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ സ്മൂത്ത് ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതേസമയം നിങ്ങൾ ഒന്ന് ആക്സിലേറ്ററിന്റെ മേളിൽ വെച്ച് നോക്കൂ, ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കാല് ഈ സൈഡിലേക്ക് ക്ലിയർ ആയിട്ട് ഷിഫ്റ്റ് ആയി കിട്ടില്ല. അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്കിന് നേരെ വെച്ചിട്ട് ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് കാല് നമുക്ക് ക്ലച്ചിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം. ഈ 3 കൺട്രോളുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞങ്ങൾ നോർമലി എടുക്കുന്ന തിയറിയിൽ എല്ലാം കൂടി ഒറ്റയടിക്ക് ഇൻക്ലൂഡ് ചെയ്യും. അത് പലർക്കും കാണാനും അത് കേൾക്കാനുമുള്ള സമയവും ഉണ്ടാകാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ഫംഗ്ഷനായിട്ട്, അതായത് ഹാൻഡ് കൺട്രോളുകൾ ഏതൊക്കെ, ഫുഡ് കൺട്രോളുകൾ ഏതൊക്കെ, ആ ഒരു രീതിയിൽ ചെറിയ ഷോർട്ട് തിയറികളായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്.